അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 169. അഗ്നി, അവന്റെ രൂപം കണ്ട് സുരഭി പേടിയോടെ വിളിച്ചു. അഗ്നി കണ്ണുകൾ അടച്ചുകൊണ്ട് ഒന്ന് നിശ്വസിച്ചു. പിന്നെ അവളെ കണ്ണു തുറന്ന് നോക്കി ചിരിച്ചു കൊടുത്തു. അല്ല, ഇതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യ, അതൊന്നും മറ്റൊരാളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാ ഞാൻ ഉദ്ദേശിച്ച്. പിന്നെ സുരഭിക്ക് അറിഞ്ഞേ മതിയാവുന്നുണ്ടെങ്കിൽ പറയാ. അഗ്നി പറഞ്ഞതും സുരഭി അവനെ കേൾക്കാനായി തയ്യാറായി. ജ്വാല, അവളിൽ അഗ്നിയൊന്നും സന്തോഷവാനാ. അവന്റെ ശബ്ദത്തിൽ പ്രണയം നിറഞ്ഞിരുന്നു. സുരഭി അവനെ ഉറ്റുനോക്കി. അഗ്നിക്കപ്പൊ ഇപ്പോഴും അവളോട് പ്രണയമുണ്ടോ? എന്തോ ഒരു തരം പേടിയോടെ അവള് ചോദിച്ചു. ഏയ് ഇല്ല, ആ കാര്യം സുരഭി പറഞ്ഞത് സത്യ. അഗ്നിക്ക് ജ്വാലയോടുള്ള പ്രണയം അവസാനിച്ചു. ഉള്ളിൽ 1000 തവണ തന്റെ പെണ്ണിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അഗ്നി പറഞ്ഞു. പക്ഷേ പ്രണയമില്ല എന്ന് അവൻ പറഞ്ഞ ആ വാക്കുകളിൽ പോലും അവന്റെ കുഞ്ഞിനോട് അഗ്നിക്കുള്ള പ്രണയം ഉണ്ടായിരുന്നു. സുരഭി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഓ, സമാധാനായി. ഞാനും കരുതി. അപ്പന്റെ ഊഹെല്ലാം ശരിയായിരുന്നു അല്ലേ അഗ്നി? നിങ്ങളിപ്പോ എന്നെ ആഗ്രഹിക്കുന്നു അല്ലേ? അവൾ ആവേശത്തോടെ ചോദിച്ചു. അവന്റെ ചുണ്ടൊന്ന് കോടിപ്പോയി. അതെ, ഇതുവരെ വളരെ ശരിയാ സുരഭി. എനിക്കിനി ജ്വാലയെ ആവശ്യമില്ല. അഗ്നി പറഞ്ഞു നിർത്തി. സുരഭിക്ക് അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ തോന്നിപ്പോയി. അത്രത്തോളം സന്തോഷമാണ്. പക്ഷെ ആ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള സമയമായിട്ടില്ല. അഗ്നിക്കുള്ളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോണിലെങ്കിലും ജ്വാലയുണ്ടെങ്കിൽ ആ ഓർമ്മകൾ പോലും അവനീന്ന് മായ്ച്ചു കളഞ്ഞേ തീരൂ. അവള് പകയോടെ മനസ്സിൽ പറഞ്ഞു. അവൾക്കുള്ളിലെ വിഷം എങ്ങനെയൊക്കെ പുറത്തേക്ക് വരുമെന്നറിയാൻ അഗ്നി കാത്തു നിൽക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി അഗ്നി. അന്ന് ജ്വാലയ്ക്ക് വേണ്ടി നിങ്ങൾ എന്നെ അടിച്ചപ്പോ പക തോന്നിയിരുന്നു എനിക്ക് നിങ്ങളോട്. പക്ഷെ അപ്പോഴും എന്തെങ്കിലും നിങ്ങൾ എന്നിലേക്ക് തന്നെ മടങ്ങി വരുന്നൊരു നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അഗ്നി ഒന്ന് മൗനം പാലിച്ചപ്പോഴേക്കും എന്തൊക്കെയോ പറഞ്ഞ ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് സുരഭി. അഗ്നി അവളെ നോക്കി ചിരിച്ചതേയുള്ളൂ. പെട്ടെന്ന് സുരഭിയുടെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അമ്മ സൗബിയോട് പറഞ്ഞിട്ട് അവൾക്ക് നടത്താൻ കഴിയാത്ത കാര്യം ഇന്ന് ഈ നിമിഷം ഞാൻ നടത്താൻ പോകുന്നു. അവളുടെ ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. ഇന്ന് പുതിയ ഫോൺ വാങ്ങിയപ്പോൾ ആദ്യം വിളിച്ചത് അമ്മയാ. അഗ്നി തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും തള്ളയ്ക്ക് അതത്ര വിശ്വാസമായിട്ടില്ല. എങ്കിലും എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, ഞാൻ അവനെ ഒരിക്കലെങ്കിലും അറിഞ്ഞിട്ടേ തിരികെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുവരെ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തോന്നിക്കാണണം. എന്നാ നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ അഗ്നിജ്വാല എന്നേക്കായിട്ട് തെറ്റിക്കണമെന്ന്. അഗ്നി തന്നെ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് അമ്മയ്ക്കൊരാഗ്രഹം. മനസ്സിൽ ചിരിയോടെ അവള് പറഞ്ഞു. അതൊക്കെ സിമ്പിളാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഇത്രയും സിമ്പിളാവെന്ന് കരുതിയില്ല. ഏതായാലും ഇനി അമ്മയ്ക്ക് കൂടി സന്തോഷായിക്കോട്ടെ. മനസ്സിൽ പലതും പ്ലാൻ ചെയ്തവൾ അഗ്നിയെ വിഷമം നിറഞ്ഞ മുഖത്തോടെ നോക്കി. എന്താ സുരഭി, എന്താ മുഖത്ത് പെട്ടെന്നൊരു സങ്കടം പോലെ? അഗ്നി ചോദിച്ചു. അത് പിന്നെ അഗ്നി, എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഉം അവൻ ദേഷ്യത്തോടെ മൂളി. അതെന്താന്നറിയോ? പറയേ, എന്നാലല്ലേ അറിയൂ. ഗൗരവത്തോട് അവൻ പറഞ്ഞു. അതഗ്നി, ഞാൻ എങ്ങനെ നിങ്ങളോടത് പറയും? നിങ്ങൾക്കത് ഇതിനോടകം തന്നെ മനസ്സിലായി കാണും. എന്നാലും അവൾ അവനെ പാളി നോക്കി. എന്താണെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് പറ, എനിക്ക് അതാ ഇഷ്ടം. അഗ്നിയുടെ വാക്കുകളിൽ അവളോട് സംസാരിക്കുന്നതിലുള്ള ഇഷ്ടക്കേടുണ്ടായിരുന്നു. അത് അഗ്നി, ഇനി അതൊന്നും പറഞ്ഞാൽ അഗ്നിക്ക് വിഷമാവില്ലായിരിക്കും. കാരണം അഗ്നിക്ക് ഇപ്പൊ ജ്വാലയെ വേണ്ടല്ലോ. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ ഒരുപക്ഷെ ഇത്രയും കാലം ജ്വാല നിങ്ങളെ വഞ്ചിക്കായിരുന്നു എന്ന് അറിഞ്ഞ ദേഷ്യത്തില് നിങ്ങൾ ചിലപ്പോൾ അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കും. സുരഭി ജ്വാലയോടുള്ള പക ഉള്ളിൽ നിറച്ചുകൊണ്ട് വിഷമത്തോടെ പറഞ്ഞു. അഗ്നിക്കാണെങ്കിൽ അവൾ തന്റെ കുഞ്ഞിനെക്കുറിച്ച് അത്രയും മോശമായിട്ട് എന്തോ പറയാൻ പോവുകയാണെന്ന് മനസ്സിലായി. പക്ഷെ അവൾ അത് പറഞ്ഞു കഴിയുന്ന നിമിഷം തന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന കാര്യത്തിൽ അഗ്നിക്ക് സംശയമൊന്നുമില്ലായിരുന്നു. എന്റെ കുഞ്ഞിനെക്കുറിച്ച് എന്തു പറയും മുന്നേയും അത് ആരോടാ പറയുന്നതെന്ന് നീ ഒന്നുകൂടി ഓർക്കണം സുരഭി. വന്യമായ മുഖത്തോട് അഗ്നി മനസ്സിൽ പറഞ്ഞു. അഗ്നി, ഞാൻ പറയുന്ന കേട്ട് അഗ്നി അവൾ ഇവിടുന്ന് പുറത്താക്കിയാലും അവളത് അർഹിക്കുന്നുവെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ചതിക്കുന്നവർക്കുള്ള ശിക്ഷ അത് തന്നെയല്ലേ? അവൾ ചോദിച്ചു. ഉറപ്പായിട്ടും സുരഭി, ചതിക്കുള്ള ശിക്ഷ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. പക്ഷെ അത് നീ കരുതുന്ന പോലെ അത്രയും ചെറിയൊരു ശിക്ഷ ആവില്ല. അർത്ഥം വെച്ചുകൊണ്ടുള്ള അവന്റെ സംസാരം സുരഭിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നിപ്പോയി. അതെ, അഗ്നി ജ്വാലയ്ക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കും. അവസാനം അവൾ എവിടെ നിന്ന് അടിച്ചിറക്കും. എന്നേക്കാൾ സൗന്ദര്യമുള്ളവള്, ആ സൗന്ദര്യം കാണിച്ച് അഗ്നിയെ മയക്കിയവള്. അങ്ങനെ എന്നേക്കാൾ മുന്നിൽ വന്ന എല്ലാത്തിനുള്ള ശിക്ഷ നിനക്ക് കിട്ടാൻ പോകുന്നു ജ്വാല. സുരഭിയുടെ മുഖം പകയാൽ തിളങ്ങി. സുരഭി, പറയാനുള്ളത് എന്താന്ന് വെച്ചാ വേഗം പറ. അഗ്നിയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. സുരഭി അവനെ നോക്കി ചിരിച്ചു. അത് അഗ്നി, ജ്വാല അവള് നിങ്ങൾ കരുതുന്ന പോലെയുള്ള ഒരു പെൺകുട്ടിയല്ല. നിങ്ങളുടെ സ്നേഹം ഇത്രയും കാലം അനുഭവിക്കാൻ പോലും അവൾക്കൊരു അർഹത ഉണ്ടായിരുന്നില്ല. സുരഭി ദേഷ്യത്തോടെ പറഞ്ഞു. എന്തുകൊണ്ട്? അഗ്നി കൈചുരുട്ടി പിടിച്ചു. അത് കിച്ചുവിനോട് അവൾക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്നാണോ അതോ ഇല്ലാന്നാണോ അവള് നിങ്ങളോട് പറഞ്ഞേ? അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം അവനോട് തോന്നിയിട്ടില്ല. എല്ലാവരും കൂടി വിവാഹം തീരുമാനിച്ചപ്പോ എതിർക്കാൻ കഴിയാത്തോണ്ട് അവള് എല്ലാത്തിനും മൗനായിട്ട് നിന്നു കൊടുത്തു. അഗ്നി പറഞ്ഞു. അങ്ങനെയാണോ അവള് നിങ്ങളോട് പറഞ്ഞേ? ആ,
അവൻ അലസമായി പറഞ്ഞു. നുണയാ അഗ്നി, അവള് വെറും നുണച്ചിയാ. സുരഭിയിൽ പുച്ഛം. അങ്ങനെ പറയാൻ കാരണം? അഗ്നിയുടെ വാക്കുകൾക്ക് കനം കൂടിയിരുന്നു. പക്ഷെ ജ്വാലയോടുള്ള പകയാൽ സുരഭി അത് ശ്രദ്ധിച്ചിരുന്നില്ല. അത് അഗ്നി, അവള് പറഞ്ഞതെല്ലാം കള്ളാ. അവൾക്ക് കിച്ചുവിനോട് പ്രണയായിരുന്നു. പ്രണയെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അറപ്പ് തോന്നുന്ന രീതിയിലുള്ളതായിരുന്നു അവൾക്ക് കിച്ചുവിനോടുള്ള പെരുമാറ്റം തന്നെ. സുരഭി ദേഷ്യത്തോടെ പറഞ്ഞു. അവൾക്ക് പുറകിൽ നിൽക്കുന്നവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നത് സുരഭി അറിഞ്ഞിരുന്നില്ല. അവന്റെ ഞരമ്പുകൾ ഉയർന്ന് അത്രമേൽ പേടിപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു അഗ്നി അപ്പോ. അഗ്നിക്ക് ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? അതുതന്നെ അഗ്നി. അതായത് പ്രണയാണെന്നാ രണ്ടുപേരും പരസ്പരം ഞങ്ങളോട് പറഞ്ഞിരുന്നേ. പക്ഷെ സദാസമയം കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും. ഛേ, എങ്ങനെ ഞാനത് അഗ്നിയോട് പറയാ? രണ്ടു മൂന്ന് തവണ അവർ തമ്മിൽ ശാരീരിക ബന്ധം പോലും ഉണ്ടായിട്ടുണ്ട്. ഞാനൊരിക്കലും നേരിട്ട് കണ്ടെത്തുവാ. ആ അവളാ എന്നിട്ട് നല്ലവളെ പോലെ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിർത്തടി. സുരഭി പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അഗ്നിയുടെ അലർച്ച ആ മുറിയിലാകെ അലയടിച്ചു കഴിഞ്ഞിരുന്നു. അവൾ ഞെട്ടലോടെ അഗ്നിയെ തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ട് സുരഭിയുടെ കണ്ണുകൾ തുറച്ചു വന്നു. കണ്ണുകൾ ചുവന്നു കലങ്ങി, മുഖമാകെ ചുവന്ന് പേടിപ്പെടുത്തുന്ന രൂപത്തിൽ. അവൻ അഗ്നിദേവ്. സുരഭിയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. വായുവിൽ ഉയർന്നു താഴ്ന്ന ബെൽറ്റിന്റെ ശബ്ദം അവൾ വീണ്ടും കേട്ടു. അത് ശരീരത്തിൽ പതിച്ചപ്പോഴുള്ള വേദന അറിഞ്ഞു. അഗ്നി. തന്നിലേക്ക് അടുത്തു വരുന്നവനെ പേടിയോടെ അവൾ വിളിച്ചു. പുന്നാര മോളെ, കണ്ടവന്റെ കൂടെയെല്ലാം സൂക്കേട് മൂത്ത് നടക്കുന്ന നീ എന്റെ പെണ്ണിനെ കുറിച്ച് അനാവശ്യം പറയുന്നോടി ഒരുമ്പെട്ടവളെ. അഗ്നിയുടെ അലർച്ചയോടെയുള്ള ശബ്ദം. സുരഭി നടുങ്ങിപ്പോയി. അഗ്നി. അവളെന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുന്നേ അവളുടെ അലർച്ച ആ റൂമിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നു. സുരഭിയുടെ തല പെരുത്തു. കവിളിൽ സഹിക്കാൻ കഴിയാത്ത വേദന. കണ്ണുകളിൽ ഇരുട്ടുമൂടിയിരിക്കുന്നു. വായിൽ നിന്നും രക്തം നിൽക്കാതെ ഒഴുകുന്നുണ്ട്. എന്താണ് സംഭവിച്ചെന്ന് സുരഭിക്ക് മനസ്സിലാവാൻ അഗ്നി ഒരിക്കൽ കൂടി അങ്ങനെ തന്നെ ചെയ്യേണ്ടി വന്നു. സുരഭിയുടെ തലമുടിയിൽ മുറുകിയ വിരലുകൾക്കൊപ്പം മുഖം ഭിത്തിയിലേക്ക് ചേർന്നു കഴിഞ്ഞിരുന്നു. വായിൽ അസഹ്യമായ വേദന അനുഭവപ്പെട്ട സുരഭി തന്റെ രണ്ട് പല്ലുകൾ നഷ്ടമായതായി തിരിച്ചറിഞ്ഞ നിമിഷം ഞെട്ടിപ്പോയി. അഗ്നി അവളിൽ നിന്ന് അകന്നുമാറി. തല പൊത്തിപ്പിടിച്ച് നിലത്തേക്ക് ഓർന്നിരുന്നു പോയി സുരഭി. അവൾക്ക് തല ചുറ്റുന്നതുപോലെ തോന്നി. അവൾ സാരിത്തുമ്പുയർത്തി വായിലെ രക്തം തുടയ്ക്കും തോറും അത് വീണ്ടും വന്നു. അവൾ പേടിയോടെ അഗ്നിയെ മുഖമുയർത്തി നോക്കി. അവളെ ഇപ്പോ പച്ചയ്ക്ക് കത്തിക്കുമെന്ന പോലെ നിൽക്കുന്ന അവനെ കണ്ട് അവൾ തറഞ്ഞിരുന്നു പോയി. അഗ്നി, ഞാൻ ഞാൻ പറയുന്നതൊന്ന്. സുരഭി കണ്ണു നിറച്ചെന്തോ പറയാൻ ശ്രമിച്ചു. ഇനി എന്താടി നിനക്ക് പറയാനുള്ളേ? നീ പറഞ്ഞില്ലേ? പറഞ്ഞു കഴിഞ്ഞില്ലേ? എല്ലാം ഞാൻ കേട്ടു നിന്നില്ലേ? ഇനി എന്താ നിനക്ക് പറയാനുള്ളേ? അവൻ അവൾക്കടുത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് അവളുടെ കവിളിൽ കൈവച്ചു ഊക്കോടെ. അഗ്നി. അവള് വേദനയോടെ കരഞ്ഞു. പുന്നാര മോളെ, നീ എന്താ അഗ്നിദേവനെ കുറിച്ച് കരുതിയേ? നിന്നെപ്പോലെ ഒരുത്തിയോട് സൂക്കേട് മൂത്തിട്ടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചേന്നോ? എന്നാ കേട്ടോ, അഗ്നിക്ക് ഭൂമിയിൽ ഒരേ ഒരാളോട് മാത്രമേ പ്രണയവും കാമെല്ലാം തോന്നൂ. അതിന്റെ കുഞ്ഞിനോട് അവളോട് മാത്രം. അവൻ വന്യമായ ഭാവത്തോടെ അവളെ നോക്കി പറഞ്ഞു. സുരഭി അവനെ പേടിയോടെ നോക്കി. അവളുടെ കണ്ണുകൾ ഭയത്താൽ നിർത്താതെ ഒഴുകുന്നുണ്ട്. പക്ഷെ അപ്പോഴും പിന്നെ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊരു ചോദ്യം അവളിലുണ്ടായിരുന്നു. അഗ്നി പെട്ടെന്ന് അവളെ നോക്കി ചിരിച്ചു. സുരഭിക്ക് ഇത്തവണ ചിരി വന്നില്ല. പേടി തോന്നുന്നു. ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ എന്നെ എവിടെ നിന്ന് രക്ഷിക്കാൻ? അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുപോയി. എന്നെ മോഹിപ്പിക്കാൻ വേണ്ടിയാണോ നീ ഈ വേഷം കെട്ടി വന്നേ? അവൻ പുച്ഛത്തോടെ പറഞ്ഞതും അവൾ ഉമ്മീർ വിഴുങ്ങിക്കൊണ്ട് അവനെ നോക്കി. പിന്നെ നീ എന്താടി പുല്ലേ എന്റെ കുഞ്ഞിനെ പറ്റി പറഞ്ഞേ? അവളും ആ ചെറ്റ അവൻ ആ ചരുണും തമ്മിൽ. അവന് പെരുവിരൽ നിന്നും ദേഷ്യം ഇരച്ചു കയറി. അതേ നിമിഷം ഭിത്തിയിൽ പിന്നെയും ശബ്ദം കേട്ടു. ഒപ്പം അവളുടെ അലർച്ചയും. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. തലയൊന്നാകെ അറിയുന്ന വേദന. മിണ്ടരുത്. അവളുടെ കരച്ചിൽ കേട്ട് അഗ്നി സ്വയം അവന്റെ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പൊക്കോളാ. അവൾ അവന്റെ കാലിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞു. വിടടി. അഗ്നി അവന്റെ കാലിനെ തട്ടിയെറിഞ്ഞുകൊണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നൊന്നും ചെയ്യല്ലേ. അവൾ ചീറിക്കരഞ്ഞു. അഗ്നിയുടെ ദേഷ്യം ഒട്ടും കുറഞ്ഞിരുന്നില്ല. സുരഭി വേദനയിൽ കണ്ണുകൾ ഇറുക്കിയടച്ചു. അവന്റെ ഓരോ വാക്കുകളും അവളിൽ ഭയം കൂട്ടിക്കൊണ്ടിരുന്നു. ഇരുമ്പ് കവിളിൽ പതിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. നീ എന്നെ തൊട്ടാ എന്റെ ശരീരം നശിച്ചു പോടി. അതുകൊണ്ട് എന്നെ നീ തൊടരുത് സുരഭി. തൊട്ടാ ഒന്നും അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു. അഗ്നിയുടെ കണ്ണുകൾ ചുറ്റും എന്തോ തിരഞ്ഞു. അവൾ അടിക്കാനായി. ഇല്ല, ഒന്നും കാണുന്നില്ല. സുരഭിയുടെ നെറ്റി പൊട്ടി ചോര വന്നിരുന്നു. പിന്നെയും അവൻ അവളെ എന്തെല്ലാമോ ചെയ്തു. കൈകൾ അവൻ പുറകിലേക്ക് വളച്ചതിനൊപ്പം അസഹ്യമായ വേദന. സുരഭി വേണ്ടാന്ന് പറഞ്ഞ് അലറി. അങ്ങനെ പറയലടി മോളെ. നീ എന്റെ കൂടെ കിടക്കാൻ വന്നതല്ലേ? എന്റെ സ്നേഹം അറിയാൻ വന്നതല്ലേ? അപ്പോ അതറിയാതെ എങ്ങനെയാ? അറിയടി, നീ അഗ്നിയുടെ സ്നേഹം അറിയേ. അവൻ അവളുടെ കാതിനരികിൽ വന്നുകൊണ്ട് മുരണ്ടു. ഒപ്പം അവളുടെ കയ്യിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടു. പെട്ടെന്നുള്ള വേദനയിൽ അഗ്നിയെ എങ്ങനെയൊക്കെയോ തള്ളിമാറ്റി അവന്റെ കയ്യിൽ ഉറക്കെ കടിച്ചവൾ. അഗ്നിയെ കൈ വലിച്ചെടുത്ത് കുടഞ്ഞു. പുന്നാര മോളെ. അഗ്നി കൈകുടഞ്ഞ ഊക്കിൽ അവന്റെ കാൽ അവളുടെ കാലിലായിരുന്നു. അവളെ മുട്ടുമടങ്ങി നിലത്തേക്ക് വീണു.
അവളുടെ സാരിയിൽ കുത്തിയ പിൻപൊട്ടി അവളുടെ മാറിൽ നിന്നും സാരി ഊർന്ന് നിലത്തേക്ക് വീണു. നിലത്തേക്ക് വീണ യൂക്കിൽ അവളുടെ തല ഫ്ലോറിൽ തട്ടി. അവൾ അട്ട ചുരുളുന്നത് പോലെ നിലത്ത് കിടന്ന് ചുരുണ്ടുപോയി. ഈ നിമിഷം മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പോലും അവൾ ആഗ്രഹിച്ച നിമിഷമായിരുന്നു അത്. അഗ്നി പെട്ടെന്ന് ഡ്രോയർ തുറന്ന് അതിൽ നിന്നും ഡെറ്റോൾ എടുത്ത് അത് കോട്ടണിൽ മുക്കി അവൾ കടിച്ചെടുത്ത് അറപ്പോടെ തുടച്ചു. ഛേ, നീ എന്ത് ധൈര്യത്തിൽ എന്റെ ശരീരത്തിൽ? നിന്നെ കൊന്നുകളയാൻ പറ്റുമെങ്കിൽ ഇന്ന് ഞാൻ അത് ചെയ്തേനെ. പക്ഷെ ചെയ്യില്ല. നിനക്ക് അതിലും വലിയ ശിക്ഷ തന്നെ തരണോ എനിക്ക്? അവൻ ദേഷ്യത്തോടെ പുലമ്പി. ഡെറ്റോളും കോട്ടനും കുറച്ചധികം എടുത്ത് അവൻ അവൾക്കടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. സുരഭി ഒടിഞ്ഞു തൂങ്ങിയ കൈ ഉയർത്തി അവന് നേരെ കൈകൂപ്പി. ഒന്നും ചെയ്യല്ലേ, അവള് പറഞ്ഞു. പക്ഷെ അഗ്നി ഡെറ്റോൾ കൊണ്ട് അവളുടെ മുറിവിൽ കോട്ടൻ അമർത്തി. ആ വേദനയിൽ പിടഞ്ഞുകൊണ്ട് അവള് തേങ്ങി. മിണ്ടരുത്, അവൻ താക്കീതുപോലെ പറഞ്ഞു. അവള് വാപുത്തി പിടിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ മുഖത്തൂന്ന് അവൻ രക്തം നീക്കം ചെയ്തു. പതിയെ അവളെ നോക്കി ചിരിച്ചു. ഇപ്പൊ തന്നെ ഇങ്ങനെ തളർന്നാൽ എങ്ങനെയാ? ഇനി എന്തൊക്കെ പണിയുള്ളതാ നമുക്ക്. അതുകൊണ്ട് വാ. അഗ്നി അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഒപ്പം അവളുടെ സാരി അവൻ നേരെ ഇട്ട് കൊടുത്തു. സുരഭിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. പക്ഷേ അവനോടുള്ള പേടി. ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം, ഇനി വരില്ല എന്നെ ഒന്നും. അവൾ കൈകൂപ്പി. എല്ലാം അവസാനിപ്പിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ വിളിച്ച് മംഗലത്തുനിന്ന് ഇറങ്ങിയതല്ലേ സുരഭി? പിന്നെയും ഞങ്ങൾക്ക് പിറകെ വന്നത് നീയും ആ ചരണു അല്ലേ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. സുരഭി അവനെ ഞെട്ടലോടെ നോക്കി. ഞാൻ അവളെന്തോ പറയാൻ ശ്രമിച്ചു. അന്നെനിക്കുണ്ടായ ആക്സിഡന്റിൽ നിനക്കുള്ള പങ്കെന്താ? അവൻ പുരികമുയർത്തി. സുരഭി അവനെ തുറച്ചു നോക്കി. അഗ്നി എന്തിനു വേണ്ടിയാണ് തന്നെ ഇങ്ങോട്ട് വരുത്തിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോൾ അവൾക്ക് സംശയമൊന്നുമില്ലായിരുന്നു. എല്ലാ അഗ്നി അറിഞ്ഞിരിക്കുന്നു. അവള് കിടുകിടെ വിറയ്ക്കാൻ തുടങ്ങി. പറയൂ സുരഭി, എന്താ ആക്സിഡന്റിൽ നിന്റെ പങ്ക്? ചരണ അതിന് പിന്നിലെന്ന് എനിക്കറിയാം. അതല്ലാതെ നിനക്കതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? അവൻ ചോദിച്ചതും അവൾ പേടിയോടെ ഇല്ലാന്ന് തലയാട്ടി. ഇല്ലേടി, എന്നെ കൊല്ലാൻ അവനെ ബാംഗ്ലൂർ പോയി കണ്ടവളല്ലേ നീ? അവൻ അതിനായി പണം നൽകിയവളല്ലേ നീ? എന്നിട്ടും നിനക്കറിയില്ലേ? അറിയില്ലേടി. അഗ്നി ദേഷ്യത്തോടെ അവളെ ടേബിളിലേക്ക് ആഞ്ഞു തള്ളി. അവൾക്കടുത്തേക്ക് പാഞ്ഞു വന്നവൻ. പറയൂ സുരഭി, നിനക്കതിൽ പങ്കില്ലേ? അവൻ മുരണ്ടു. അവൾ ഉണ്ടെന്ന് പറയാൻ ഒരുങ്ങിയ അതേ നിമിഷം അടച്ചിട്ട വാതിൽ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. അഗ്നി സുരഭിക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവൻ അത് കണ്ടിരുന്നില്ല. പക്ഷെ വാതിൽക്കൽ നിൽക്കുന്ന ആളെ സുരഭി വ്യക്തമായി കണ്ടു. ജ്വാല. അവളുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു. അഗ്നി ഞെട്ടലോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അതേസമയം തന്നെ മാറിൽ നിന്നും സുരഭിയുടെ സാരി താഴേക്ക് ഊർന്നു വീണു. ജ്വാല ഞെട്ടലോടെ രണ്ടുപേരെയും നോക്കി നിൽക്കുകയാണ്. കുഞ്ഞാ. അഗ്നി പെട്ടെന്ന് അവൾക്ക് നേരെ വന്നു. ജ്വാല പെട്ടെന്ന് അവളുടെ വലതു കൈ അവന് നേരെ ഉയർത്തി അവനെ തടഞ്ഞു. അഗ്നി പിടിച്ചു കെട്ടിയതുപോലെ അവിടെ തന്നെ നിന്നുപോയി. ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അത് കണ്ട് അഗ്നിയുടെ കണ്ണുകളും നിറഞ്ഞു വന്നു. എന്താ അവിടെ? അവൾ രണ്ടുപേരോടായിട്ട് ചോദിച്ചു. സുരഭി ജ്വാലയെ നോക്കി. ആ തളർച്ചയിലും തന്നെ കൊല്ലാക്കൊല ചെയ്ത് അഗ്നിക്കിട്ടൊരു പണി കൊടുക്കാൻ കഴിയുന്ന സന്തോഷത്തിൽ അവളുടെ കണ്ണൊന്ന് തിളങ്ങി. കുഞ്ഞാ. അഗ്നി എന്തോ പറയാൻ ശ്രമിച്ചു. ജ്വാല. അഗ്നി എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. സുരഭി തളർന്ന സ്വരത്തിൽ പറഞ്ഞു. സുരഭി. അഗ്നി അലറി. സുരഭി അവനെ പേടിയോടെ നോക്കി അവൾക്ക് അടുത്തേക്ക് വെച്ച് വന്നു. ജ്വാല കണ്ണു നിറച്ചുകൊണ്ട് അവളെ നോക്കി. എന്നെ നോക്കു ജ്വാല. നിന്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കാൻ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ചതാ എന്നെ ഇങ്ങോട്ട്. എന്നിട്ട് എന്റെ ശരീരത്തിൽ കയറി പിടിച്ചു. നിർത്ത് സുരഭിയേച്ചി. ജ്വാല കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അലറി. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട്. അഗ്നി ജ്വാലയെ സങ്കടത്തോടെ നോക്കി. അസഹ്യമായ വേദനയിലും സുരഭി ചിരിച്ചു. എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാ. അതിനെന്നെ ഉപദ്രവിച്ചു, കുറെ അടിച്ചു. സുരഭി അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അഗ്നി പുറകിലേക്ക് ചാരി നിന്ന് ഇരുവരെ നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. എന്നെ രക്ഷിക്കു ജ്വാല. ഇയാളെന്നെ. സുരഭി കരഞ്ഞു. സുരഭിയച്ചിയുടെ അറിവോടെയാണോ കിച്ചേട്ടൻ്റെ ദേവേട്ടനെന്ന് അപകടപ്പെടുത്തിയേ? പെട്ടെന്ന് സുരഭിയെ ഞെട്ടിച്ചുകൊണ്ട് ജ്വാലയുടെ ശബ്ദം അവിടെ ഉയർന്നു. സുരഭി തറഞ്ഞു നിന്നുപോയി. കണ്ണുകൾ ചുവന്നു കലങ്ങി. മുഖമാകെ ചുവന്ന് തന്നെ ദേഷ്യത്തോടെ തുറച്ചു നോക്കുന്ന ജ്വാലയെ കണ്ട് സുരഭിയുടെ കണ്ണു മിഴിഞ്ഞു. അതുവരെ അവരെ നോക്കി നിന്ന അഗ്നിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ജ്വാല. അവൾ ഉമിനീർ വിഴുങ്ങി. നീ കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്റെ ദേവേട്ടനെന്ന ആക്സിഡന്റ് ആയേ? മറുപടി പറ സുരഭി. ജ്വാല അലറുകയായിരുന്നു. സുരഭി പേടിയോടെ ഒരടി പുറകിലേക്ക് മാറി. അഗ്നിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. മുന്നിൽ അത്രയും പേടിപ്പെടുത്തുന്ന രൂപത്തിൽ സുരഭിയെ തുറച്ചു നോക്കുന്ന ജ്വാലയെ കണ്ട് അഗ്നി പോലും ഉമിനീർ വിഴുങ്ങിപ്പോയി. കുഞ്ഞാ. അവൻ വിളിച്ചു. നിന്റെ ചോദ്യം ഇവളോടാ. ജ്വാല അഗ്നിയോട് കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. അഗ്നി പെട്ടെന്ന് തലയാട്ടിപ്പോയി. സുരഭി പേടിയോടെ ജ്വാലയെ അപ്പോഴും നോക്കുന്നുണ്ട്. പറ സുരഭി. ജ്വാല വീണ്ടും പറഞ്ഞു. ഇന്നോളം സുരഭിയച്ചിന്നല്ലാതെ ഒന്നും വിളിക്കാത്തവളാ. അവളുടെ ശബ്ദത്തിലെ മാറ്റവും മുഖഭാവവും കണ്ട് സുരഭി നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. വാ തുറന്ന് പറയടി. നീ കൂടി അറിഞ്ഞുകൊണ്ടാണോ അവൻ അന്നിന്റെ ദേവേട്ടനെ കൊല്ലാൻ ശ്രമിച്ചേന്ന്?
ജ്വാലയുടെ കൈകൾ ആദ്യമായി ഒരുവൾക്ക് നേരെ ഉയർന്നു. അഗ്നി പകപ്പോടെ അവളെ നോക്കുമ്പോഴേക്കും ജ്വാലയുടെ കൈകൾ സുരഭിയുടെ കവിളിൽ ഊക്കോടെ പതിച്ചു കഴിഞ്ഞിരുന്നു. സുരഭിയുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയി. അഗ്നി അവളെ മിഴിച്ചു നോക്കി. സുരഭി കവിളിൽ കൈവച്ച് ജ്വാലയെ വിശ്വാസം വരാതെ നോക്കി. ജ്വാല, സുരഭി വിളിച്ചു. നീ നീ എന്താടി കരുതിയേ? നിന്നെപ്പോലെ ഒരുത്തിയുടെ കൂടെ എന്റെ ദേവേട്ടനെ കണ്ടു എന്ന് കരുതി ഞാൻ ഈ മനുഷ്യനെ സംശയിക്കുന്നോ? നിനക്ക് ആള് മാറിപ്പോയി സുരഭി. ഇത് ജ്വാലയാ, ജ്വാല അഗ്നിദേവ്. എനിക്ക് എന്നേക്കാൾ വിശ്വാസ എന്റെ ദേവേട്ടനെ. സുരഭിയുടെ കണ്ണുകളിൽ ഉറ്റുനോക്കി അവൾ വീറോടെ പറഞ്ഞു. സുരഭി കണ്ണു നിറച്ചുകൊണ്ട് അവളെ നോക്കി. അപ്പോഴാണ് അവൾക്ക് തൊട്ടുപുറകിലായി നിൽക്കുന്ന അപ്പുവിനെയും മോഹനെയും ചിത്തുവിനെയും മീനുവിനെയും പൊന്നുവിനെയും സൗബിയെയും എല്ലാം സുരഭി കാണുന്നത്. ഇന്നത്തോടെ താൻ അവസാനിച്ചു എന്ന കാര്യം സുരഭിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കു ജ്വാല, സുരഭി കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ അത്രയും നേരവും അഗ്നിയുടെ കണ്ണുകൾ ജ്വാലയുടെ കയ്യിലായിരുന്നു. അവളുടെ വലത് കൈ മാത്രമേ പുറത്തേക്ക് കാണാനുള്ളൂ. ഇടത് കൈ പുറകിലേക്ക് മറച്ചു പിടിച്ചിരിക്കുന്നു. അഗ്നിയുടെ നെറ്റി ചുളിഞ്ഞു. നിന്നോട് ഞാൻ ക്ഷമിക്കാം. പക്ഷെ ഒരേ ഒരു കാര്യം, എന്റെ ദേവേട്ടനെ കിച്ചു കൊല്ലാൻ നോക്കിയതിന് പിന്നില് നിനക്ക് പങ്കുണ്ടാവരുത്. അതുകൊണ്ട് വേഗം മറുപടി പറ. നിനക്കതിൽ പങ്കുണ്ടോ? സത്യം പറയണം. കള്ളം പറഞ്ഞാ. ജ്വാല അവൾക്ക് നേരെ വിരല് ചൂണ്ടി. സുരഭി അവളുടെ ഒടിഞ്ഞ കൈ പതിയെ ഉയർത്തി ജ്വാലയ്ക്ക് നേരെ കൈകൂപ്പി. എനിക്കൊരബദ്ധം. ഇനി ഞാൻ ഒന്നിനും വരില്ല. സുരഭി അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ജ്വാലയുടെ മുഖം വലിഞ്ഞു മുറുകി. അപ്പോ നീ കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്റെ ദേവേട്ടനെ? ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അഗ്നി അവളെ നോക്കി കരയരുതെന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു. അതെ, ഞാൻ അറിയാതെ. അവള് പറഞ്ഞു നിർത്തി. അറിയാതാണല്ലേ സുരഭി? ജ്വാല മുരണ്ടു. അവളുടെ മുഖം കണ്ട് സുരഭിക്ക് പേടി തോന്നി. അവളുടെ പൂച്ചക്കണ്ണുകളിൽ തന്നെ കൊല്ലാനുള്ള പക. ജ്വാല, സുരഭി പേടിയോടെ വിളിച്ചു. നീന്റെ ദേവേട്ടനെ കൊല്ലാൻ എന്നിട്ട് അറിയാതാണെന്നോ? ജ്വാല അവളെ പിടിച്ച് പുറകിലേക്ക് തള്ളി. അവൾ നിലത്തേക്ക് മലർന്നു വീണു. എല്ലാവരുടെയും നോട്ടം ജ്വാലയിൽ മാത്രമായി തങ്ങി നിന്നു. പെട്ടെന്ന് അവിടെ കൂടിയിട്ടുള്ള എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജ്വാല പുറകിലേക്ക് മറച്ചു പിടിച്ച കൈ മുന്നിലേക്ക് കൊണ്ടുവന്നു. അഗ്നി ഞെട്ടിപ്പോയി. കുഞ്ഞാ, അവൻ വിശ്വാസം വരാതെ അവളെ വിളിച്ചു. സുരഭി ജ്വാലയുടെ കയ്യിലേക്ക് പകപ്പോടെ നോക്കി. അവളുടെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ബെൽറ്റ് കണ്ട് സുരഭി അവൾക്ക് നേരെ കൈകൂപ്പി. മാസങ്ങൾക്ക് മുന്നേ അഗ്നിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടി. അന്തരീക്ഷത്തിൽ ഉയർന്നു താഴ്ന്ന ബെൽറ്റിന്റെ ശബ്ദം. എന്നൊന്നും ചെയ്യല്ലേ. സുരഭി ജ്വാലയ്ക്ക് നേരെ കൈകൂപ്പി പൊട്ടിക്കരഞ്ഞു. പക്ഷെ അപ്പോഴേക്കും തന്റെ പ്രാണനെ കൊല്ലാൻ നോക്കിയവളുടെ നേരേക്ക് ജ്വാലയുടെ കൈ ഉയർന്നു. ഒപ്പം അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട ബെൽറ്റിന്റെ ശബ്ദവും. അഗ്നി പോലും കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. അല്ലെങ്കിൽ തന്നെ അഗ്നി അവളെ കൊല്ലാനുള്ള പരുവാക്കിയിരുന്നു. അതിനിടയിൽ ജ്വാലയുടെ ഈ പ്രഹരം കൂടി അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പൊന്നു, മീനു, അപ്പു, മോഹനും, ചിത്തു, സൗബിയുമെല്ലാം ജ്വാലയെ പകപ്പോടെ നോക്കി. ഇത്രമേൽ ദേഷ്യത്തിൽ എല്ലാവരും അവൾ ആദ്യമായിട്ട് കാണുകയായിരുന്നു. ജ്വാലയുടെ കയ്യിലെ ബെൽറ്റ് പലതവണ സുരഭിക്ക് മേൽ ഉയർന്നു താഴ്ന്നു. അലറി കരഞ്ഞുകൊണ്ട് ഒരു പുഴുവിനെ പോലെ അവൾ നിലത്ത് കിടന്ന് പുളഞ്ഞു. എല്ലാം കണ്ട് ശ്വാസം വിടാൻ പോലും മറന്നുപോയി അഗ്നി. പേരുപോലെ തന്നെ തനിക്ക് മുന്നിൽ ജ്വാലയായി നിൽക്കുന്നവൾ. അഗ്നിക്ക് ആ പെണ്ണ് ഒരു അത്ഭുതമായിരുന്നു. അതിനേക്കാൾ തന്നോടുള്ള പ്രണയമാണ് അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നുള്ളത് അവനിൽ വല്ലാത്ത സന്തോഷം നിറച്ചു. തുടരും.